ആദ്യമായി കണ്ട അപരിചിതന്റെ കാമചേഷ്ടകൾക്കെല്ലാം മൗനമായി കിടന്നു കൊടുക്കുമ്പോൾ അവൾക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നി. ആരോടും പരാതി പറയാനില്ല. കാമം തേടി വന്നവർ ആരും ഇതുവരെയും തൻ്റെ മനസ്സറിയാനും ശ്രമിച്ചിട്ടില്ല. അവർക്കതറിയേണ്ട കാര്യവുമില്ല. കാരണം താനൊരു വേശ്യയാണല്ലോ. പണവുമായി കയറി വരുന്ന ഏതൊരുത്തൻ്റെയും കാമം തീർക്കാൻ മാത്രം വിധിക്കപ്പെട്ടവളായ വെറുമൊരു വേശ്യ. പലവിധം ആളുകൾ ദിവസവും തൻ്റെ ശരീരത്തെ പ്രാപിക്കാറുണ്ട്. അതിൽ കൂലിപ്പണിക്കാർ മുതൽ ഉയർന്ന ഉദ്യോഗസ്ഥർ വരെയുണ്ട്. കൂടുതൽ പൈസയുമായി ആര് വരുന്നുവോ അവർക്ക് മുന്നിൽ കിടന്നു കൊടുക്കാൻ വിധിക്കപ്പെട്ടവരാണ് താൻ ഈ വേശ്യാലയത്തിലെ ഏറ്റവും ഡിമാൻഡുള്ള വേശ്യ. ആ അപരിചിതൻ കാമം അടങ്ങാതെ വീണ്ടും അവളുടെ മേൽ എന്തൊക്കെയോ പരാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അറപ്പ് തോന്നുന്ന പലതരം പ്രവൃത്തികളും നിർബന്ധിച്ചാണ് അയാൾ അവളെ കൊണ്ട് അന്ന് ചെയ്യിച്ചത്. ഒടുക്കം സംതൃപ്തി നേടി അയാൾ തൻ്റെ ശരീരത്തിൽ നിന്നും അടർന്നു മാറിയപ്പോഴാണ് അവൾക്ക് ശ്വാസം തിരികെ കിട്ടിയതുപോലെ തോന്നിയത്. അഴിച്ചുമാറ്റിയ വസ്ത്രങ്ങൾ ഉടുത്ത് മാന്യതയോടെ അയാൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരു നോട്ടം പോലും അവൾക്ക് സമ്മാനിച്ചില്ല. അവൾ അപ്പോഴും ആ കട്ടിലിൽ തന്നെ തളർന്നു കിടന്നു. ശരീരമാകെ ആരോ തല്ലി ഒടിച്ചതുപോലെ വേദനിക്കുന്നു. കൈകാലുകളൊന്നും അനക്കാൻ പോലും ആകുന്നില്ല. ഇന്നിപ്പോൾ രണ്ടാമത്തെ ആളാണ് തൻ്റെ ശരീരം തേടി വന്നത്. തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രം ഇവിടെ വന്നു കയറുന്നവരുമുണ്ട്. അവൾ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് കട്ടിലിന് താഴെ അലസമായി കിടന്ന തൻ്റെ സാരി വാരിച്ചുറ്റി ശേഷം ഫ്രഷായി വന്നു. എത്ര ക്ഷീണിതയാണെങ്കിലും മറ്റൊരാൾ തൻ്റെ ശരീരത്തെ പ്രാപിച്ചാൽ കുളി കഴിഞ്ഞ ശേഷം മാത്രമേ ഒന്ന് വിശ്രമിക്കുക പോലും ചെയ്തിരുന്നുള്ളൂ അവൾ. മറ്റൊരാളുടെ ഗന്ധം തൻ്റെ ശരീരത്തെ അത്രമേൽ അസ്വസ്ഥയാക്കാറുണ്ട്. കുളി കഴിഞ്ഞ് വിരിപ്പെല്ലാം മാറ്റി വിശ്രമിക്കാൻ നേരമാണ് ദേവമ്മ മുറിയിലേക്ക് വന്നത്. ഹിന്ദി കലർന്ന മലയാളത്തോടെ അവർ അവളെ വിളിച്ചു. സുധാബേട്ടി, നിന്റെ കുളി കഴിഞ്ഞുവോ? ഞാൻ നേരത്തെ വന്നപ്പോൾ നീ കുളിക്കുകയായിരുന്നു. വേഗം റെഡിയാക്, നിനക്കൊരു കസ്റ്റമറുണ്ട്. വശ്യമായ ചിരിയോടെ അത് പറഞ്ഞുകൊണ്ട് അവരവളെ നോക്കി. ദേവമ്മ, ഞാൻ ആകെ ആവശ്യമാണ്. എനിക്ക് കുറച്ച് വിശ്രമം അത്യാവശ്യമാണ്. ഇന്നിനി ആരുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ തക്കതായ ആരോഗ്യം എനിക്കില്ല. ദയവ് ചെയ്ത് എന്നെ നിർബന്ധിക്കരുത്. മറ്റാരെയെങ്കിലും അവർക്ക് കാണിച്ചു കൊടുക്കൂ. ഇരു കൈകളും കൂപ്പിക്കൊണ്ട് അവൾ ആ സ്ത്രീയുടെ മുന്നിൽ നിന്ന് കെഞ്ചി. അവളുടെ കണ്ണുനീർ കണ്ട് മനസ്സലിവ് തോന്നിയെങ്കിലും സാധ്യമല്ല എന്ന അർത്ഥത്തിൽ നിസ്സഹായതയോടെ അവർ തലയാട്ടി. സുധാബേട്ടി, പറ്റില്ലെന്ന് മാത്രം പറയരുത്. നിന്നെയാണ് അവർക്ക് ആവശ്യം. ദേവമ്മ, ഞാനും ഒരു സ്ത്രീയാണ്. ഒരൽപ്പം ദയവ് എന്നോട് കാണിച്ചുകൂടെ? ദേവമ്മ വിചാരിച്ചാൽ അതിന് സാധിക്കില്ല എന്നാണോ? ഒരൽപ്പം ദേഷ്യം കലർന്ന ശബ്ദത്തോടെ അവൾ ചോദിച്ചു. സാധ്യമല്ല ബേട്ടി, രവിയാണ് വന്നിരിക്കുന്നത്. മറ്റാരാണെങ്കിലും ഞാൻ ഒഴിഞ്ഞു മാറിയേനെ. പക്ഷേ എനിക്ക് നിന്നെ നൽകിയത് അയാളാണ്. നീ വന്നതിന് ശേഷമാണ് ഇവിടെ ആളുകൾ കൂടുതലും വന്നു തുടങ്ങിയത്. പിന്നെ ഞാൻ എങ്ങനെയാണ്? പൂർത്തിയാക്കാൻ കഴിയാതെ അവർ ഒരു നിമിഷം നിർത്തി. ആ പേര് കേട്ടതും ഒരിടിമിന്നൽ തലയിൽ വന്ന് പതിച്ചതുപോലെ അവൾക്ക് തോന്നി. ഒന്നും ചെയ്യാനോ പറയാനോ ആകാതെ അവൾ ഒരു നിമിഷം നിലത്തേക്കിരുന്നു പോയി. സുധബേട്ടി, വേഗം റെഡിയായിരിക്കെ. അവർ കുറച്ചു നേരമായി വെയിറ്റ് ചെയ്യുന്നു. 10 മിനിറ്റിനുള്ളിൽ ഞാൻ രവിയെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അതും പറഞ്ഞുകൊണ്ട് അവർ ഗോവണികൾ താഴേക്കിറങ്ങിപ്പോയി. അപ്പോഴേക്കും യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വരാൻ കഴിഞ്ഞിരുന്നില്ല. രവി, ആ പേര് കേട്ട മാത്രയിൽ തന്നെ തൻ്റെ ഹൃദയം ഇത്രമേൽ പിടയ്ക്കുന്നത് എന്തിനാണ്? അത്രയ്ക്ക് പ്രിയപ്പെട്ട ഒരാളായിരുന്നു തനിക്കയാൾ. അവൾ മിഴികൾ ഇറുക്കി അടച്ചു. ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ആയിരുന്നു എന്ന് തന്നെയാണ് ഉത്തരം. അത്രമേൽ ഹൃദയം പകുത്തു നൽകിയത് കൊണ്ടായിരുന്നല്ലോ താലി കെട്ടാൻ അയാൾക്ക് മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുത്തതും തന്നെക്കാളേറെ അയാളെ വിശ്വസിച്ചതും. അതെ, ആ മനുഷ്യൻ തൻ്റെ ഭർത്താവായിരുന്നു. ഈ ലോകത്ത് മറ്റാരെക്കാളും താൻ സ്നേഹിച്ചിരുന്ന തൻ്റെ ഭർത്താവ്. അതുവരെ സ്നേഹം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത ഒരു 23-കാരിയുടെ മുന്നിലേക്ക് ആവോളം സ്നേഹവും നിറച്ചുകൊണ്ട് അയാൾ വന്നു. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ച് ബന്ധുവീട്ടിൽ അധികപ്പറ്റായി നിൽക്കുന്ന തൻ്റെ മനസ്സിന് ചാഞ്ചാടാൻ ആ കപട സ്നേഹം മാത്രം മതിയായിരുന്നു. മരണം വരെ കണ്ണിലുണ്ണിയെപ്പോലെ കാത്തുകൊള്ളാം എന്ന വാക്ക് നൽകി അയാൾ വിളിച്ചപ്പോൾ എല്ലാം മറന്നിറങ്ങി വന്നതും അയാളോടുള്ള വിശ്വാസം കൊണ്ടായിരുന്നു. 1 വർഷത്തോളം മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെയാണ് ജീവിതം കടന്നുപോയത്. കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളിൽ എപ്പോഴും ശ്രദ്ധ പുലർത്തിയിരുന്ന അയാളോട് കാര്യം തിരക്കിയപ്പോൾ ദൂരെ ഒരിടത്ത് നല്ലൊരു ശമ്പളമുള്ള ജോലി ശരിയായിട്ടുണ്ട്, അത് കിട്ടിയാൽ നിന്നെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകും, എന്നിട്ട് മതി കുഞ്ഞുങ്ങളൊക്കെ എന്നായിരുന്നു മറുപടി. അയാളുടെ വാക്കുകളിൽ പ്രത്യേകിച്ച് സംശയിക്കേണ്ടതായ ഒന്നുമില്ലാതിരുന്നതിനാൽ അന്ന് ഒന്നും തോന്നിയില്ല.
പിന്നീട് ജോലി ശരിയായി പിറ്റേന്ന് പുറപ്പെടണം തയ്യാറായി ഇരുന്നോളാൻ പറഞ്ഞപ്പോഴും സന്തോഷിച്ചു. കാരണം തൻ്റെ ഭർത്താവ് കൂടെയുണ്ടല്ലോ. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പോലും ചോദിക്കാതെ അന്നിറങ്ങി പുറപ്പെട്ട താൻ എത്ര വിഡ്ഢിയാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഇവിടെ വന്ന് വണ്ടി ഇറങ്ങിയതും അയാൾ പിന്നെ മറ്റൊരു വ്യക്തിത്വമായിരുന്നു. അതുവരെ കണ്ട സ്നേഹമോ കരുണയോ ഒന്നും തന്നെ അയാളുടെ മുഖത്തുണ്ടായിരുന്നില്ല. എന്താണ് ഇവിടെയെന്ന് ചോദിക്കും മുന്നേ തന്നെ വലിച്ചിഴച്ചാണ് അയാൾ ദേവമ്മയുടെ മുന്നിലേക്ക് തന്നെ കൊണ്ടുപോയത്. ഇതാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടി. ഞാൻ പറഞ്ഞ പണം എനിക്ക് കിട്ടിയിരിക്കണം. പിന്നെ വൺ കണ്ടീഷൻ, മറ്റൊരുത്തൻ ഇവളെ തൊടും മുമ്പ് ഒന്നുകൂടി എനിക്ക് ഇവളെ വേണം. അയാൾ പറഞ്ഞത് അത്രയും ചങ്ക് തകർന്നാണ് അന്ന് കേട്ടു നിന്നത്. എത്ര സമർത്ഥമായാണ് സ്നേഹം വെച്ചുകാട്ടി അയാൾ തന്നെ വഞ്ചിച്ചത്. അന്ന് ഈ വേശ്യാലയത്തിനുള്ളിൽ സ്വന്തം ഭർത്താവിൻ്റെ കൈക്കുള്ളിൽ കിടന്ന് പിടയുമ്പോഴാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവതി താനാണെന്ന സത്യം തിരിച്ചറിഞ്ഞത്. അന്നിറങ്ങിപ്പോയ മനുഷ്യനാണ് വീണ്ടും തന്നെ തിരഞ്ഞു വന്നിരിക്കുന്നത്, അതും കാമം തീർക്കാൻ. സത്യത്തിൽ ആ പഴയ സ്നേഹം കൊണ്ടാണോ വീണ്ടും അയാളുടെ പേര് കേട്ടപ്പോൾ ഹൃദയം വിറച്ചത്? അല്ല, ഇന്ന് ഈ ശരീരം മുഴുവനും അയാളോടുള്ള വെറുപ്പ് മാത്രമേ ഉള്ളൂ. തീർത്താൽ തീരാത്തത്ര വെറുപ്പ്. ഏതൊരുത്തിനു മുന്നിലും കിടന്നു കൊടുക്കേണ്ടി വന്നാലും അയാളിനി ഒരിക്കലും തന്നെ തുടരുത്. അവൾ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റു. മുടിയെല്ലാം ഒതുക്കി വെച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു വഷളം ചിരിയുമായി അയാൾ മുറിയിലേക്ക് കടന്നു വന്നു. അയാളുടെ മുഖം കണ്ടതും അവളുടെ പെരുവിരൽ മുതൽ കോപം അരിച്ചു കയറി. മുഖം കാണാതിരിക്കാൻ വെറുപ്പോടെ അവൾ തിരിഞ്ഞു നിന്നു. ഇവിടെ നീ രാജ്ഞിയായി വാഴുകയാണല്ലോടി പെണ്ണെ. ദിവസവും എത്ര ആളുകളാ നിന്നെ തേടി വരുന്നത്. നീ ആകെ ഒന്നുടഞ്ഞല്ലോടി. മുമ്പേ വന്നവൻ നല്ലപോലെ കയറിയങ്ങ് മേഞ്ഞെന്ന് തോന്നുന്നു. അല്ലെങ്കിലും നിന്നെ കണ്ടാൽ ആർക്കാ വെറുതെ വിടാൻ തോന്നുക? അതുകൊണ്ടല്ലേ ഇവിടെ ഉപേക്ഷിച്ചു പോയിട്ടും ഞാൻ നിന്നെ തേടി വന്നത്. പരിഹാസത്തോടെ അയാൾ പറഞ്ഞ വാക്കുകൾ അത്രയും അവൾ കണ്ണുകൾ ഇറുക്കി പിടിച്ച് കേട്ടിരുന്നു. നീ എന്താടി പെണ്ണെ ഇങ്ങനെ മുഖം തിരിഞ്ഞ് മാറി നിൽക്കുന്നത്? ഓ, ചെറുപ്പക്കാരെ കിട്ടി നിനക്കിപ്പോൾ നമ്മളെ ഒന്നും ബോധിക്കുന്നുണ്ടാവില്ല അല്ലേ? സാരമില്ല, ഇന്നൊരു ദിവസത്തേക്ക് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. പിന്നെ ഇപ്പോൾ അടുത്തൊന്നും ഞാൻ വരില്ല. അതും പറഞ്ഞുകൊണ്ട് പുറകിലൂടെ ചെന്ന് അവളുടെ അരക്കെട്ടിൽ പിടിച്ചതും അവൾ അയാളുടെ കൈ തട്ടിമാറ്റി. ശേഷം സർവ്വശക്തിയുമെടുത്ത് അയാളെ കട്ടിലിലേക്ക് തള്ളിയിട്ടു. മദ്യപിച്ചിരുന്നതിനാൽ ഒന്ന് ആഞ്ഞു തള്ളിയപ്പോഴേക്കും അയാൾ മലർന്നടിച്ചു വീണിരുന്നു. അവിടെ നിന്ന് തിടുക്കത്തിൽ എഴുന്നേൽക്കാൻ തുനിയും മുന്നേ അവൾ തൻ്റെ അരയിൽ തിരുകിയിരുന്ന മൂർച്ചയുള്ള കത്തികൊണ്ട് അയാളുടെ നെഞ്ചിൽ ആഞ്ഞുകുത്തി. തൻ്റെ മുഖത്തേക്ക് ചിതറിത്തെറിച്ച ചോര അവൾ സാരി തലപ്പിനാൽ തുടച്ചെടുത്തു. ഒന്ന് ശബ്ദിക്കും മുന്നേ തന്നെ 5-6 വട്ടം വീണ്ടും വീണ്ടും അതേ സ്ഥലത്ത് തന്നെ അവൾ ആവർത്തിച്ചു കുത്തി. വേദന കൊണ്ട് അയാൾ കിടന്ന് പുളഞ്ഞു. അവളത് വേണ്ടുവോളം ആസ്വദിച്ചു. ഇനിയും നീ എൻ്റെ ശരീരത്തിൽ തൊടുവോട നായി. എൻ്റെ ജീവിതം ഇത്രമേൽ പിച്ച് ചിന്തിയിട്ട് നിനക്കിനിയും എൻ്റെ ശരീരം വേണോ അല്ലേ? അതിന് നീ ഇനി ജീവിച്ചിരുന്നിട്ട് വേണ്ടേ എന്നെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് നീ സന്തോഷത്തോടെ ജീവിക്കണ്ട. അവൾ അലറിയതും അയാൾ അവസാന പിടച്ചിൽ പിടഞ്ഞു. അന്നേരവും ഭയം കൊണ്ട് അയാളുടെ കണ്ണുകൾ വിറച്ചിരുന്നു. അപ്പോഴേക്ക് ശബ്ദം കേട്ട് ദേവമ്മയും ആളുകളും ഓടിക്കൂടി. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അയാളുടെ ശരീരം കണ്ടതും എല്ലാവരും ഒരുപോലെ കണ്ണുപൊത്തി. അപ്പോഴും അവൾ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ നിലത്ത് വീട് കിടന്നിരുന്ന അയാളുടെ ചോരയിൽ വിരലോടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും അവൾ അയാളുടെ ജീവനറ്റ ശരീരം നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആദ്യമായി വിജയിച്ചവളുടെ ആത്മസംതൃപ്തിയോടെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.